ശ്രീകാന്തിന്റെ വീട്ടിലെത്തുന്ന ചന്ദ്രമതിയെയും ഭാമയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് വർഷയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ചന്ദ്രമതി ശ്രീകാന്തിനോട് തിരക്കുന്നു. ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ചന്ദ്രമതി ശ്രീകാന്തിനോട് പറയുന്നു. തുടർന്ന് ശ്രീകാന്ത് വർഷനെ വിളിച്ചു വരുത്തുകയും വർഷ തീരെ ബഹുമാനമില്ലാത്ത രീതിയിൽ ചന്ദ്രമതിയോട് പെരുമാറുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ചന്ദ്രമതിക്ക് ആകെ വിഷമമാകുന്നു. ശേഷം കാലുമേൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന വർഷയോട് കാല് താഴ്ത്തി വയ്ക്കാൻ ശ്രീകാന്ത് ആക്ഷൻ കാണിച്ചെങ്കിലും വർഷയ്ക്ക് അതൊന്നും മനസ്സിലാവാതെ വരുന്നു. അതോടെ ശ്രീകാന്ത് വർഷയ്ക്ക് മെസ്സേജ് അയക്കുകയും വർഷ കാല് താത്ത് വെക്കുകയും ചെയ്യുന്നു. ശേഷം നിങ്ങളിവിടെ സുരക്ഷിതരല്ലെന്നും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്നും ചന്ദ്രമതി പറയുമ്പോൾ സച്ചിയേട്ടനുള്ള വീട്ടിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ലെന്നും വർഷ പറയുന്നു. തുടർന്ന് സച്ചിനെ പേടിച്ച് മോള് വരാതിരിക്കരുതെന്നും ഞാൻ മോളെ പൊന്നുപോലെ നോക്കിക്കോളാമെന്നും ചന്ദ്രമതി പറയുന്നതോടെ വർഷയ്ക്ക് സന്തോഷമാവുകയും എൻ്റെ അമ്മ പോലും എന്നെ കാണാൻ വന്നില്ലെന്നും എന്നാൽ ആൻറ്റി വന്ന് ഞങ്ങൾ ഇത്ര സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചതുകൊണ്ട് ഞങ്ങൾ വരുന്നതിനെ പറ്റി ആലോചിക്കാമെന്നും വർഷ പറയുന്നു. ഇതേ സമയം മഹിമ അവിടെ എത്തുന്നതോടെ വർഷയ്ക്ക് ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാവുകയും വർഷ മഹിമേനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. തുടർന്ന് ഇവർ ചെയ്ത തെറ്റ് ക്ഷമിച്ച് നമുക്കെല്ലാം മറക്കാമെന്നും ഞാൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് വന്നതെന്നും ചന്ദ്രമതി മഹിമയോട് പറയുന്നു. ശേഷം ചന്ദ്രമതി ശ്രീകാന്തിനെ പുകഴ്ത്തി സംസാരിക്കുകയും എൻ്റെ മകനെ കിട്ടിയത് നിങ്ങളുടെ മകളുടെ ഭാഗ്യമാണെന്നും പറയുന്നു. തുടർന്ന് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് വർഷനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കിയാൽ ശ്രീകാന്തിൻ്റെ അച്ഛൻ്റെ പിണക്കമെല്ലാം മാറുമെന്നും അവർക്ക് പിന്നെ ഒരു കുറവും ഉണ്ടാവില്ലെന്നും ചന്ദ്രമതി പറയുന്നു. ഇത് കേൾക്കുന്ന മഹിമ ഞാൻ വർഷയുടെ അച്ഛനോട് സംസാരിക്കാമെന്നും നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ല രേവതി വന്ന് ഞങ്ങളോട് സംസാരിച്ചത് കൊണ്ടാണ് സമ്മതിക്കുന്നതെന്നും മഹിമ പറയുന്നതോടെ ശ്രീകാന്തിന് സന്തോഷമാകുന്നു. ശേഷം രേവതിയാണ് ഞങ്ങളുടെ മകളുടെ ജീവിതം രക്ഷിച്ചതെന്നും അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടാക്കാമെന്നും മഹിമ പറയുന്നതോടെ ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു. തുടർന്ന് എല്ലാവരുടെയും നിർബന്ധം മൂലം വീട്ടിലേക്ക് പോകാമെന്ന് വർഷ സമ്മതിക്കുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്നതും മറ്റും അച്ഛൻ അറിയരുതെന്ന് ചന്ദ്രമതി ശ്രീകാന്തിനോട് പറയുന്നു. പിന്നീട് രേവതി വൈറലായതിൻ്റെ ചിലവ് ചെയ്യണമെന്ന് മഹേഷ് സച്ചിയോട് പറയുന്നു. ഇതേസമയം ഉച്ചയ്ക്കുള്ള ആഹാരവുമായി രേവതി അവിടെ എത്തുന്നു. തുടർന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നും സച്ചി രേവതിയോട് പറയുകയും ആ ആഹാരമെല്ലാം മഹേഷിന് കൊടുത്ത് രേവതിയും കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ശേഷം സച്ചി രേവതിനെയും കൊണ്ട് അമ്മയുടെയും ദേവുവിൻ്റെ അടുത്തെത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.